ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയുടെ ദിവസമാണ്. ഇന്ന് കഥാകാരനെ പരിചയപ്പെടുത്തുന്നത് ഉലഹന്നാൻ സാറാണ്. ഉലഹന്നാൻ സാർ, പ്ലീസ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സാബു സാറാണ് മനസ്സിലുള്ളൊരു കഥ വിളമ്പുന്നത്. സ്വന്തം കഥയായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ലേ? സാറ് പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ പലപ്പോഴും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ കഥകളാണ്. കഥയുടെ നീളമല്ല പ്രശ്നം. വേ ഓഫ് പ്രസന്റേഷനാണ് അതിനകത്ത് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അതിന് ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിൽ ആ കഥാപാത്രം എത്തുന്നു, നമ്മളോട് സംസാരിക്കും. അതാണ് സാറിൻ്റെ ഒരു പ്രത്യേകത. കൂടുതലൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നൽകുന്നു. നല്ലൊരു കഥയ്ക്കായി ഞങ്ങളുടെ കാതുകൾ തുറന്നു വയ്ക്കുന്നു. താങ്ക് യു സർ. ബഹുമുഖ പ്രതിഭ എന്ന് പറഞ്ഞില്ല. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായും വളരെ സന്തോഷം. കഥകൾ പറയുക എന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കേണ്ട ഒരു കല തന്നെയാണ്. അപ്പം ഇന്ന് തീർച്ചയായിട്ടും എൻ്റെ നാട് വൈക്കത്ത് തലയോലപ്പറമ്പിനടുത്താണ്. തലയോലപ്പറമ്പിൻ്റെ പുത്രനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തേന്മാവ് എന്ന് പറയുന്ന കഥയാണ്. വളരെ പ്രസിദ്ധമായ ഒരു ചെറുകഥയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തേന്മാവിനെ കുറിച്ചുള്ള ഒരു കഥ, ഒരു ചെറുകഥ. വളരെ ലളിതവും സരസവുമായി അത് അദ്ദേഹം വിവരിച്ചിരിക്കുന്നു. ഒരു വൃക്ഷത്തോടുള്ള സ്നേഹം വൃക്ഷാരാധന അല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെന്ന് പറയുന്നവരുടെ അതിൻ്റെ അതൃപ്തിയും അദ്ദേഹം രേഖപ്പെടുത്താറുണ്ട്. കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ബഷീറിൻ്റെ കൃതികളിലെല്ലാം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബപരമായി തന്നെ കഥകളിൽ ചേർന്ന് വരുന്നു എന്നുള്ളതാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ കഥകളുടെ പ്രത്യേകത. ശരിക്കും കഥയാണോ ജീവിതമാണോ എന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാതെ വായനക്കാരെ കുഴക്കുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലുമുണ്ട്, പേരുകളിലുമുണ്ട്. തേന്മാവിനെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ, റഷീദും അസ്മയും. എങ്ങനെയാണ് അവരും ഈ തേന്മാവും തമ്മിലുള്ള ബന്ധം, ആ സാഹചര്യങ്ങളൊക്കെ കഥയിലൂടെ വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അതുണ്ട്, യൂസഫ് സിദ്ദീഖ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് വൃക്ഷത്തെ സംരക്ഷിക്കണം. അതിനുവേണ്ടി ഈ കഥാപാത്രം ഒരു വൃക്ഷത്തെ സംരക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ആ രംഗങ്ങളെല്ലാം വളരെ ഹൃദ്യമായിട്ട് അദ്ദേഹം ഈ ചെറുകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. തേന്മാവ്. നിങ്ങൾ കേട്ടതെല്ലാം അസംബന്ധമാണ്. ഞാൻ ഒരു വൃക്ഷത്തെയും ആരാധിക്കുന്നില്ല. ഞാൻ പ്രകൃതിയെ ആരാധിക്കുന്നില്ല. പക്ഷേ ഈ മാമ്പഴത്തോട് എനിക്കൊരു പ്രത്യേക അടുപ്പമുണ്ട്. എൻ്റെ ഭാര്യ അസ്മയ്ക്കുമുണ്ട്. അസാധാരണമായ ഒരു ഉദ്യമത്തിൻ്റെ അടയാളമാണ് ഈ മരം. ഞാനത് വിശദമായി പറയാം. ഞങ്ങൾ ആ മാവിൻ്റെ ചുവട്ടിലിരുന്നു. മാമ്പഴം കൊണ്ട് അത് പ്രസന്നമായിരുന്നു. ചുറ്റും വലിയ വൃത്താകൃതിയിൽ വെളുത്ത മണൽ പരന്ന് കിടക്കുകയായിരുന്നു. കല്ലും സിമെന്റും സെന്റിനൽ ഉപയോഗിച്ച് സംരക്ഷിച്ചിരിക്കുന്ന പുറം ഭാഗങ്ങളിൽ വിവിധ നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ നട്ടുപിടിപ്പിച്ചിരുന്നു. റഷീദ് എന്നായിരുന്നു അവൻ്റെ പേര്. സമീപത്തെ വീട്ടിലാണ് ഭാര്യയ്ക്കും മകനുമൊപ്പം താമസിച്ചിരുന്നത്. അയൽവക്കത്തെ സ്കൂളിലെ അധ്യാപകരായിരുന്നു ഈ ദമ്പതികൾ. കൗമാരക്കാരനായ മകൻ കൊണ്ടുവന്ന ഒരു പ്ലേറ്റിൽ മാങ്ങയുടെ തൊലി കളഞ്ഞതും ഭംഗിയായി മുറിച്ചതുമായ കഷ്ണങ്ങൾ അവൻ്റെ ഭാര്യ അയച്ചു കൊടുത്തു. കഷ്ണം ഞങ്ങൾ ആസ്വദിച്ചു. അത് തേൻ പോലെ മധുരമായിരുന്നു. മാങ്ങയുടെ രുചി എങ്ങനെയുണ്ട്? മരം തേന്മാവ് തന്നെ. നമുക്ക് ഈ മാമ്പഴം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അമ്പരന്നു പോയി. ആരാണ് ഈ മാങ്ങ നട്ടത്?
ഞാനും അസ്മയും ഈ സ്ഥലത്ത് നട്ടു. ഈ മരത്തിൻ്റെ കഥ ഞാൻ പറയാം. ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സംഭവം അവർ മറന്നു. വൃക്ഷാരാധനയായി പ്രചരിപ്പിച്ചു. ഒരു ആരാധനയും ഉൾപ്പെട്ടിട്ടില്ല. ഒരു മഹത്തായ പ്രവൃത്തിയുടെ ഓർമ്മ മാത്രം. എൻ്റെ ഇളയ സഹോദരൻ പോലീസ് ഇൻസ്പെക്ടറാണ്. ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം 75 മൈൽ അകലെയുള്ള ഒരു പട്ടണത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയതായിരുന്നു. ഒരു ദിവസം ഞാൻ പുറത്തേക്ക് നടക്കുകയായിരുന്നു. അത് വേനൽക്കാലത്തിൻ്റെ കൊടുമുടിയായിരുന്നു. വീശിയടിച്ച കാറ്റിന് പോലും ചൂട്. അക്കാലത്ത് വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു. അപ്പോഴാണ് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഇട റോഡിൽ തളർന്നു കിടക്കുന്ന ഒരു വൃദ്ധനെ ഞാൻ കണ്ടത്. അവൻ താടിയും മുടിയും വളർന്ന് ഏതാണ്ട് 80 വയസ്സ് പ്രായം തോന്നിക്കും. വളരെ ക്ഷീണിതനായിരുന്നു. മരണത്തിൻ്റെ വക്കിലായിരുന്നു. എന്നെ കണ്ടയുടൻ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ മകനെ, ദയവായി എനിക്ക് കുറച്ച് വെള്ളം തരും. ഞാൻ ഉടൻ തന്നെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് കയറി. പത്രം വായിക്കുന്ന ഒരു സ്ത്രീയെ കണ്ട് അവളോട് കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു. സുന്ദരിയായ ആ സ്ത്രീക്ക് ഒരു പിച്ചള ടംബ്ലറിൽ കുറച്ച് വെള്ളം ലഭിച്ചു. അതുമായി ഞാൻ പോകുന്നത് കണ്ട് അവളെൻ്റെ ലക്ഷ്യസ്ഥാനം തിരക്കി. വഴിയരികിൽ ആരോ വീണിരിക്കുന്നുവെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ദാഹം ശമിപ്പിക്കാൻ ഞാൻ വെള്ളം എടുക്കുകയായിരുന്നു. അവൾ എന്നെ അനുഗമിച്ചു. ഞാൻ വെള്ളം വൃദ്ധന് കൊടുത്തു. വൃദ്ധൻ പതുക്കെ എഴുന്നേറ്റു. അപ്പോൾ അവൻ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തു. റോഡരികിലെ ചൂടിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഉണങ്ങിയ മാവിൻ തൈയിലേക്ക് അയാൾ ആടിയുലഞ്ഞ് ബിസ്മി ചൊല്ലി പാത്രത്തിലെ വെള്ളത്തിൻ്റെ പകുതി അതിന്മേൽ ഒഴിച്ചു. ആരോ മാമ്പഴം തിന്ന് ആ വഴിയരികിൽ വിത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു. തൈ തെളിഞ്ഞു. ഭൂരിഭാഗം പേരും നിലത്ത് നിന്ന് മുകളിൽ ദൃശ്യമായിരുന്നു. വൃദ്ധൻ വീണ്ടും മരത്തണലിലേക്ക് വലിച്ചെറിഞ്ഞു. ബിസ്മി ചൊല്ലി ബാക്കി വെള്ളം കുടിച്ചു. അവൻ വീണ്ടും കർത്താവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ്. എനിക്ക് 80-ലധികം വയസ്സായി. എനിക്കൊരു ബന്ധുവുമില്ല. ഞാനൊരു ഫക്കീറായി ലോകം ചുറ്റി നടക്കുകയായിരുന്നു. ഞാൻ മരിക്കാൻ പോകുന്നു. എന്താണ് നിങ്ങളുടെ പേരുകൾ? ഞാൻ മറുപടി പറഞ്ഞു, എൻ്റെ പേര് റഷീദ്. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ അസ്മയാണ്. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് വൃദ്ധൻ നിലത്ത് കിടന്നു. യൂസഫ് സിദ്ദീഖ് നമ്മുടെ കൺമുമ്പിൽ മരിച്ചു. ഞാൻ എൻ്റെ സഹോദരനെ കൊണ്ടുവരുമ്പോൾ അസ്മ കാവൽ നിന്നു. മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഞാനൊരു വാൻ വാടകയ്ക്കെടുത്തു. മൃതദേഹം കുളിപ്പിച്ച ശേഷം പുതിയ തുണി കൊണ്ട് പൊതിഞ്ഞ് പതിവ് പോലെ സംസ്കാരം നടത്തി. വൃദ്ധൻ്റെ ബാഗിൽ 6 രൂപയുണ്ടായിരുന്നു. അസ്മയും ഞാനും 5 പേർ വീതം ശവസംസ്കാരം നടത്തി. ആ തുകയ്ക്ക് പലഹാരം വാങ്ങി സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള ചുമതല അസ്മയെ ഏൽപ്പിച്ചു. കാലക്രമേണ ഞാൻ അസ്മയെ വിവാഹം കഴിച്ചു. അവൾ ചെടി നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറ്റുന്നതിന് മുമ്പ്
ഞങ്ങൾ മാവിൻ്റെ ചെടി ശ്രദ്ധാപൂർവം പിഴുതെറിഞ്ഞ് ചെളി നിറച്ച ചാക്കിലേക്ക് മാറ്റി. 2-3 ദിവസം അത് അങ്ങനെ തന്നെ നിന്നു. ചുമരിൽ ചാരി അസ്മയുടെ കിടപ്പുമുറിയിൽ. പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് പറിച്ച് ഉണങ്ങിയ ചാണകവും ചാരവും ചേർക്കും. പതിവായി നനയ്ക്കുമ്പോൾ അത് പുതിയ ഇലകൾ മുളച്ചു. പിന്നെ ഞങ്ങൾ എല്ലുപൊടിയും പച്ച കമ്പോസ്റ്റും ചേർത്ത് അങ്ങനെ ആ മാവിൻ്റെ തൈ ഈ മരമായി മാറി. തികച്ചും അത്ഭുതം. വൃദ്ധൻ മരിക്കുന്നതിന് മുമ്പ് ദാഹം ശമിക്കാതെ ഒരു മാവിൻ്റെ തൈക്ക് വെള്ളം കൊടുത്തു. അത് ഞാൻ ഓർക്കും. ഞാൻ വിട പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നിൽ നിന്ന് എന്നെ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. റഷീദിൻ്റെ മകൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ 4 പഴുത്ത മാമ്പഴങ്ങൾ ഒരു പ്ലേറ്റിൽ പൊതിഞ്ഞ് എനിക്ക് വിളമ്പി. നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി. നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ? അതെ, കോളേജിൽ. എന്താണ് നിന്റെ പേര്? യൂസഫ് സിദ്ദീഖ്. യൂസഫ് സിദ്ദീഖ്. ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തൈമാവ് എന്ന് പറയുന്ന കഥ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കഥയിൽ കുറേ സാരാംശങ്ങളുണ്ട്. ഇതിൻ്റെ കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വരും. ആരാരോട് പറയുന്നു. സദ്യൽ മുഹമ്മദ് ബഷീറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് കഥാപാത്രങ്ങൾ. അങ്ങനെ കൃത്യമായിട്ട് വായനക്കാരെ കുഴക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. റഷീദും അസ്മയും, അതുപോലെ തന്നെ തേന്മാവിനോടുള്ള സ്നേഹം, അതിന് സാഹചര്യമായ യൂസഫ് സിദ്ദീഖ് എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം നടത്തിയ ഒരു മഹത്തായ പ്രവൃത്തി, ഒരു വൃക്ഷത്തെയെങ്കിലും സംരക്ഷിക്കണമെന്നുള്ള മഹത്തായ ഒരു സന്ദേശം. അങ്ങനെ ആ തേന്മാവിനെ ഒരു കഥയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വലിയൊരു സന്ദേശമായി പകരുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനി നിങ്ങൾക്ക് ചർച്ചകളിലൂടെ പറയാം. നല്ല അവതരണം സാറ്. വളരെ മനോഹരമായിട്ട് സാറ് വളരെ ടച്ചിങ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചു. അതില് ഒരു പഴയ സിലബസില് 6ാം ക്ലാസ്സില് മലയാളം ബിയിൽ വന്നിരുന്നത്. അപ്പൊ തൈമാവ് നമുക്ക് തേന്മാവാക്കാം. കാരണം തേനൂറുന്ന മധുരാണ് അതിലെ കാമ്പിന്. അപ്പൊ നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിനെ ആദ്യം പരിചയപ്പെടുത്തും. ബേപ്പൂർ സുൽത്താൻ, അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ചുറ്റുമുള്ള മനുഷ്യരൊക്കെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. അപ്പോൾ വളരെ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക്. ഇപ്പൊ പാത്തുമ്മയുടെ ആടായാലും അതിലെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ഉണ്ട് അദ്ദേഹം കൊടുക്കുന്നത്. പ്ലൂം, ആട് പെറ്റു. അപ്പൊ ആട് പ്രസവിക്കുമ്പോ സാധനങ്ങൾ കൂടി വയറ്റിന്ന് നമുക്ക് നന്നായി ഫീൽ ചെയ്യും. എല്ലാ കഥ അങ്ങനെയാണ്. തന്നെയുള്ള ഭൂമിയുടെ അവകാശികള് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് തൊരപ്പൻ അല്ലേ സാറേ? നാളികേരം കുത്തിയിടുമ്പോ തൊരപ്പനൊക്കെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി, നമുക്ക് മാത്രല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഉദാത്തമായ മാനസിക വിശകലനം അവിടെ നടക്കുന്നുണ്ട്. മനുഷ്യന് ചുറ്റുമുള്ള എല്ലാ ജീവികളോടും അദ്ദേഹത്തിന് ഒരു സാഹോദര്യം, ഒരു മമത പുലർത്തുന്നുണ്ട്. അപ്പൊ ഈ തേന്മാവ് നമുക്ക് തോന്നും തേനൂറുന്ന ഹൃദയല്ലേ, ഒരു വൃദ്ധന്റെ മനസ്സല്ലേ, അങ്ങനൊക്കെ കുറെ നമുക്ക് വിമർശന ചിന്താഗതിയും അനുകൂല ചിന്താഗതിയിലൊക്കെ പോകാൻ പറ്റും. അപ്പൊ നമ്മള് കഴിക്കുന്ന ആ ഓരോ മാമ്പഴവും നമ്മൾ നട്ടതല്ലല്ലോ, പലതും ആരൊക്കെ നട്ട് മൺമറഞ്ഞു പോയ മനുഷ്യർ ചെയ്ത നന്മയുടെ ഫലം. അപ്പൊ ഒരു മാങ്ങണ്ടി കുഴിച്ചിട്ട 1 കോടി മാങ്ങ കിട്ടും എന്നുള്ള നന്മയുടെ ഒരു കാഴ്ചപ്പാട് ഇവിടെ വരുന്നുണ്ട്. അപ്പോ അന്ത്യശ്വാസം വലിക്കാനിരിക്കുന്ന മനുഷ്യൻ വഴിവെക്കി കാണാണ്. അപ്പൊ അദ്ദേഹം ഇവരോട്
റഷീദിനോട്, അധ്യാപകനായ റഷീദിനോട് ഒരു തുള്ളി വെള്ളം ചോദിച്ച് ആ വെള്ളം കുടിക്കാതെ അദ്ദേഹം തൊട്ടടുത്തുള്ള വാടിത്തളർന്ന തൈമാവിനെ ഒഴിക്കുമ്പോൾ തന്നെ ജീവനേക്കാൾ ഉപരി ആ ആ വൃക്ഷത്തെ നശിക്കരുത്, താനോ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ മൺമറയും, പക്ഷെ ആ വൃക്ഷത്തെ വളർന്ന് ഒരുപാട് പേർക്ക് ഭുജിക്കേണ്ട ഒരു ഭക്ഷണമായി മാറേണ്ടതാണെന്നുള്ള ആ വൃദ്ധന്റെ കാഴ്ചപ്പാടിലൂടെ ഒരു ലോക വിശദീകരണം, ഒരു വല്ലാത്തൊരു വിശദീകരണം അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് യൂസഫ് സിദ്ദീഖ് എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ സാറേ? യൂസഫ് സിദ്ദീഖ്. യൂസഫ് സിദ്ദീഖ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്തെ പ്രകാശം, ആ ഒരു ഇറക്ക് വെള്ളം കുടിക്കുമ്പോൾ അദ്ദേഹം അന്ധശ്വാസം വലിക്കുന്ന ഉറപ്പാണ്. പക്ഷെ അദ്ദേഹം ആദ്യം ഒഴിച്ചത് ആ ചെടിക്കാണ്. ആരോ കാത്തിരുന്ന പോലെ ആ ചെടീനെ ഒന്ന് സഹായിക്കണമെന്ന്. അതിൽ കൂടെ ആ ചുറ്റുപാടിന് ഒരു നന്മ വിതച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ത്യശ്വാസം വരിക്കണത്. എന്നിട്ട് അൽഹംദുലില്ലാ, സർവസ്തുതിയും സ്രഷ്ടാവിനാണ് എന്ന് പറയുന്നുണ്ട്. അത് ആ ചെയ്യാൻ കഴിഞ്ഞ പ്രവൃത്തിയിലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ അർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വെള്ളം കൊടുത്ത അസ്മ അവർ അധ്യാപികയാണ്, റഷീദ് അധ്യാപകനാണ്. അപ്പൊ ഒരേ കാഴ്ചപ്പാടുള്ള മനുഷ്യര് പിന്നീട് അവര് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ആ വൃദ്ധന്റെ ഓർമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിന് യൂസഫ് സിദ്ദീഖ് എന്ന് പേരിടാണ്. അപ്പോൾ ഈ എത്രയോ വർഷം കഴിഞ്ഞ് ചെന്ന് മൂപ്പർക്ക് കിട്ടുന്ന ഭക്ഷണം ആ മാമ്പഴത്തിന്റെ മാധുര്യത്തിൽ കൂടെ കഥ വിളമ്പുമ്പോൾ നമ്മോട് നമുക്ക് മാത്രം ഭക്ഷിച്ച് തിന്നു തീർക്കാനുള്ള അതല്ല ഈ ലോകത്തെ വിഭവങ്ങള്. കുറച്ചൊക്കെ മനുഷ്യനും മറ്റു ജീവികൾക്കും ബാക്കി വെക്കണമെന്നും അവസാന ശ്വാസത്തിലും പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് വേണം മൺമറിയാന്നുള്ള വല്ലാത്തൊരു വിശദീകരണം, കാഴ്ചപ്പാടും ഒരുപാട് തുറന്ന ചിന്ത നൽകിക്കൊണ്ടാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പൊ സാറ് വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. ഇലാന സാറിന് നന്നായി അവതരിപ്പിക്കുകയും ചെയ്തു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ നൈസ് പ്രസന്റേഷൻ. താങ്ക് യു മാം. ഓക്കെ, ലേനൻ സാർ. ഞാൻ സ്വന്തം ശരീരത്തെക്കാൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പ്രകൃതി സേനയുടെ കഥയാണ് സാറ് പറഞ്ഞത്, സാബു സാറ് പറഞ്ഞത്. നമസ്കാരം. ഓക്കെ സാർ, ലേനൻ സാർ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, സാറിന്റെ കഥകളായാലും സംഭാഷണങ്ങളായാലും ഒക്കെ തന്നെ ശബ്ദത്തിന്റെ ആ സൗണ്ട് മോഡുലേഷൻ നമുക്ക് വളരെയേറെ ഇമ്പം നൽകുന്നതാണ്. ആ കഥാപാത്രത്തോട് യോജിച്ചാണ് പോകുന്നത്. ഇവിടെ ഇടയ്ക്ക് വെച്ച കഥ എനിക്ക് മുറിഞ്ഞുപോയി, എങ്കിലും പിന്നീട് അത് കാര്യം കൂട്ടിച്ചേർത്തപ്പോൾ ഒരു മനുഷ്യന്റെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് ലഭിക്കുന്ന ജീവജലം വളരാൻ പോകുന്ന ഒരു മരത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് തൻ്റെ ജീവൻ അവിടെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയും എടുക്കാമെന്ന് തോന്നുന്നു. സ്വന്തം ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ കിട്ടിയ ഒരിറക്ക് വെള്ളമാണെങ്കിൽ അത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞു മരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ച് അതിനെ വളർത്തി വലുതാക്കിയെടുക്കാനും തൻ്റെ ജീവിതം ഇനി അത്യാവശ്യമില്ലാത്ത ഒരു പാഴ്വസ്തുവായി മാറുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് അത്. അതാണ് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ നരസിംഹം പറഞ്ഞ പോലെ തന്നെ തുരപ്പൻ, ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രമല്ല അവകാശി, ചെടികളും എല്ലാം പക്ഷികളും മൃഗങ്ങളും എല്ലാം അവകാശികളാണ്. പക്ഷെ മനുഷ്യൻ പലപ്പോഴും അവന്റെ അധികാരമോഹം മൂലം ബാക്കിയെല്ലാം, ഞാനൊഴിച്ച് ബാക്കിയെല്ലാം നശിപ്പിക്കാനോ തളർത്താനോ സഹായിക്കുകയാണ് ചെയ്യുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ അതല്ല ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു നല്ല കഥയാണ് അത്. എല്ലാവിധ മംഗളങ്ങളും സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ശ്രീകുമാരി മാം. നല്ലൊരു കഥ, തേന്മാവ് പോലെ മധുരമുള്ള കഥ. വളരെ മധുരമായി തന്നെയാണ് സാർ അവതരിപ്പിച്ചത്. കേൾത്തിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മരണാസന്നനായി കിടക്കുന്ന സമയത്തും തൻ്റെ ജീവജലങ്ങളിൽ നിന്നും ഒരിറ്റു വെള്ളം
ആ തേന്മാവിന് ഒഴിച്ചു കൊടുക്കുന്നു അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി. മനുഷ്യനെ പോലെ മരങ്ങൾക്കും അവകാശമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. പ്രകൃതി സ്നേഹം വിളമ്പുന്നതാണ് ഈ കഥ. വളരെ മനോഹരമായി സാർ അവതരിപ്പിച്ചു. ആ യൂസഫ് സിദ്ദിഖ് എന്ന വലിയ മനുഷ്യൻ തന്നെയാണ് വൃദ്ധനാണെങ്കിലും ആ മനസ്സ് വൃദ്ധനല്ല, യൗവനയുക്തമായ മനസ്സ് തന്നെയാണെന്ന് പറയാം. ആ ദാഹജലം നൽകുന്ന സമയം, അതെല്ലാം വളരെ വളരെ മനോഹരമായി സാർ അവതരിപ്പിച്ചു. നല്ലൊരു സന്ദേശം, പ്രകൃതി സ്നേഹത്തോടുള്ള ഒരു കടപ്പാട്, പ്രകൃതി സ്നേഹം വിളിച്ചോതുന്ന ഒരു കഥയാണ്. വളരെ മനോഹരമായ കഥ. ആ ജീവജലം കൊണ്ട് അത് തേന്മാവായി പടർന്നു പന്തലിച്ചു വരികയും അത് നൂറുകണക്കിന് ആൾക്കാരുടെ ഭക്ഷണമായി മാറുകയും ചെയ്യാനുള്ളൊരവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. വെറുതെ ഒരാൾ ഭക്ഷിച്ച് നാം കളയുന്നത് പോലെ കളഞ്ഞു. പക്ഷെ അതൊരു തേന്മാവായി വരികയും അത് ജനലക്ഷങ്ങൾക്ക് ഭക്ഷണമായി, ജീവികൾക്കും അതൊരു ഭക്ഷണമായി വരാം ഭാവിയിൽ. അങ്ങനെ നല്ലൊരു സന്ദേശവും നല്ല കഥയുമാണ് സാർ അവതരിപ്പിച്ചത്. താങ്ക് യു സാർ. തേന്മാവ്. താങ്ക് യു മാം. മോഹന ടീച്ചർ. മരിക്കുന്നതിന് തൊട്ട് മുന്നേ സ്വന്തം ദാഹം ശമിപ്പിക്കാതെ വഴി കണ്ട ഒരു മാവും തൈക്ക് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു, മിക്കവാറും ആളുകൾ ആ വഴിക്ക് ചിന്തിക്കാത്ത ഒരു കാലമായി മാറിയിരിക്കുന്നു. ഒരു വൃദ്ധൻ ഒരു മാവും തൈ നടുന്ന കണ്ടാൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് അർത്ഥം. ഇപ്പോഴത്തെ കുട്ടികൾ മാവും തൈ നടാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ മാങ്ങ എനിക്ക് തിന്നാൻ പറ്റുമോ എന്ന് ആദ്യം അതാണ് ചിന്തിക്കുക. ഇതിപ്പം നട്ടിട്ട് എന്ന് മാങ്ങ തിന്നാനും അല്ലെങ്കിൽ എന്നൊക്കെയാണ് ചിന്തിക്കുക. നമ്മൾ കഴിക്കുന്ന മാങ്ങയുടെ മാവ് നമ്മൾ നട്ടതല്ല എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലോട്ട് വരുന്നേ ഇല്ല. നമ്മളൊക്കെ വളർത്തിയതിൻ്റെ ദോഷമായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ആ വൃദ്ധൻ അപ്പം മരിക്കുവാണ്, പക്ഷെ ആ മാവിന് വെള്ളം ഒഴിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ദാഹം അദ്ദേഹം ശമിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഉദാത്തമായ കാര്യം. നമുക്ക് പഠനത്തിന് പിന്നെ ഒരാൾ വഴി കിടക്കുന്ന കണ്ട ഇപ്പൊ ഇങ്ങനെ വെള്ളമൊന്നും എടുത്തുകൊണ്ട് ഇപ്പോൾ ചെല്ലത്തില്ല, കാരണം ചിലപ്പോൾ കണ്ടുപിടിച്ച് വീണതാണോ എന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലം അങ്ങനെ വല്ലാതെ മാറിപ്പോയി. ചിലപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് ചെന്നാലും നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് ചിന്തിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കാലമായി മാറിപ്പോയി. വെറുതെ ആരും ഇപ്പോൾ വഴി കിടക്കുകയല്ലോ. സാറിൻ്റെ കഥ പറയൽ രീതി ഒരു പ്രാവശ്യം ഞാൻ കേട്ടതാണ്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സാറ് പറയുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഹേമാവതി മാം. സാറേ നമസ്കാരം. സാറിന്റെ കഥ മുമ്പും ഞാൻ കേട്ടിട്ടുണ്ട്. സാറ് കഥ പറയുമ്പം ശരിക്കും ചെറിയൊരു കഥയാണെങ്കിൽ അതിന്റെ പകുതിയിൽ വെച്ചിട്ട് ഒരു സംഭാഷണത്തില് ഞാൻ വിചാരിച്ചു കഥ തീർന്നു പോയോ? ഇല്ല, അവിടെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ചെയ്ത പോലെ ഒരു സെൻറ്റൻസ്. ഇല്ല, തീർന്നില്ല. സംഭവം ചെറിയ സംഭവമാണ്. ഒരു തേന്മാവിന് കൊമ്പത്ത് എല്ലാറ്റും തേന്മാവ് എന്നുണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. ശരിക്കും നമ്മള് കർഷകര് പണ്ട് വയലിൽ പോകുമ്പോൾ ആദ്യം ഭക്ഷണം സുഭിഷ്ടമായിട്ട് കഴിച്ചിട്ടല്ല അധികം പേരും പോവുക. അവിടെ വയലിലുള്ളതെല്ലാം നനച്ചിട്ട് വന്നിട്ടാണ്. കാരണം അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമുക്ക് കഴിക്കാനുള്ളതാണത്. അത് മണ്ണിൽ പണിയെടുക്കുമ്പോഴും അതിന് പ്രാധാന്യം എല്ലാവരും പറഞ്ഞ പോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളെ ചെടികളും മരങ്ങളും എല്ലാം ജീവനുള്ളതാണല്ലോ. അപ്പം ഈ കഥയില് ശരിക്കും വൈക്കം മുഹമ്മദ് ബഷീർ നമുക്ക് ഒരു നോട്ടിട്ടയിൽ ഉണ്ടായിരുന്നു, മറ്റേ ബാല്യകാലസഖി അജീത്. അപ്പം ഇതില് കഥ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ പറയുമ്പോൾ
എന്റെ മനസ്സിലെപ്പോഴും ബാക്കിയുള്ളവരെ കഥ അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നാറില്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രൂപം മനസ്സിലേക്ക് വരും. എപ്പോഴും അങ്ങനെ ഒരു സംഭവമുണ്ട്. ശരിക്കും അയാളുടെ ഒരു രൂപം, ഇങ്ങനെ ഇരുന്നിട്ടുള്ള രൂപം മനസ്സിലേക്ക് വരും. അപ്പൊ ആ കഥയിലെല്ലാം ഒരുപാട് കാര്യങ്ങള്, അതായത് നമുക്ക് കഥ കഴിഞ്ഞിട്ടും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. ഇതിലിപ്പം സംഭവം തേന്മാവാണെങ്കിലും നമ്മളിപ്പം കുട്ടികളോട് ചിലപ്പം എനിക്ക് തോന്നാറുണ്ട്, പറഞ്ഞു കൊടുക്കണം കുട്ടികളെ കയ്യില് വേറെ നാണയങ്ങളോ ബിസ്ക്കറ്റോ ഒന്നും കൊടുക്കാതെ കുറച്ച് വലുതായി കഴിയുമ്പോൾ കുറച്ച് വിത്തുകൾ കൊടുത്തിട്ട് പറയണം, നിങ്ങൾ പോകുന്ന വഴിക്ക് മാങ്ങാണ്ടിയെല്ലാം കൊടുത്തിട്ട് എവിടെയെങ്കിലും ഇത് ഇട്ടോളെ, അവ മരമായിട്ടായിരിക്കും ഉപകാരം കിട്ടുന്നുള്ള രീതിയിൽ ചെയ്യണം. കാരണം അതായിക്കഴിയുമ്പോഴും പിന്നെ നട്ടവൻ കള്ളർക്കായിരം പിള്ളേർക്കായിരം നട്ടവന് 12000, അങ്ങനെ പണ്ടത്തവര് പറയാ. ഒരു മരം മാവ് നട്ടാല് കള്ളർക്കായിരം പിള്ളേർക്കായിരം നട്ടവന് 12000. കാരണം അതിപ്പം ഇവിടെ റോഡ് സൈഡ് ഒരു മാവുണ്ട്, കുഞ്ഞു മാവ്. അതെല്ലാം കൊത്തിയിട്ട് അതിന്റെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ റോഡിലേക്കുണ്ട്, അതിങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഈ റോഡ് സൈഡ്. അപ്പൊ കുമാരേട്ടൻ പറഞ്ഞു, അത് കണ്ടവർക്കുള്ളതാണ്, അത് നീ ചിന്തിക്കണ്ട. അതുപോലെ ഇതിപ്പോ പഴവർഗ്ഗങ്ങള് പക്ഷി മൃഗാദികൾ കഴിക്കുന്നുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മരത്തുനിന്ന് തന്നെ അത് പഴുക്കാനാകുമ്പോ അത് കൊത്തിക്കൊണ്ടുപോവാണ്. പക്ഷെ അവർക്കും കൂടി അവകാശപ്പെട്ടാണ് ഇപ്പൊ ആരോ അതിൽ പറഞ്ഞു. അപ്പൊ അതിനിപ്പം മരിക്കാറാവുമ്പോ ചിലവര് മരിക്കാറാവുമ്പോ ചിന്തകളൊന്നും ഉണ്ടാവില്ല, ആ മൈൻഡ് വേറൊരു തരത്തിലേക്ക് പോകും. പക്ഷെ ഈ മഹാമനുഷ്യന്റെ ചിന്ത പോലും ആ മരിക്കാറാവുമ്പോ പോലും ആ വെള്ളം കിട്ടിയിട്ടാകുമ്പോ തൊട്ടടുത്ത് ഉള്ള ആ മാവിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ്. കാരണം അത് തളർന്ന് കിടക്കാണ്, ഇയാൾ മരിക്കുമ്പോഴും തളർന്ന് കിടക്കാണ്. അപ്പൊ ആ തളർന്ന് കിടക്കുന്ന മനുഷ്യൻ ആ മാവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അന്നേരം അതിന്റെ ഇലകൾ ഇങ്ങനെ നേരെയാണെന്നുള്ള ഒരു ചിന്താഗതി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കുന്നത്, പിന്നീടാണ് മരണം സംഭവിക്കുന്നത്. മരിച്ചു കഴിയുമ്പോഴും ഈ അധ്യാപകർ ചെയ്യുന്നത്, ഈ പോക്കറ്റിലുള്ള 6 രൂപ, അത് എപ്പോഴും അധ്യാപകര് സത്യസന്ധരായിരിക്കുമല്ലോ, അത് ടീച്ചർ ഏൽപ്പിക്കുകയാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നുള്ള രീതിയിൽ. അവിടെയും ഒരു പോസിറ്റീവ് മൈൻഡാണ് നമ്മൾ കാണുന്നത് ആ കഥയിൽ. അപ്പൊ എല്ലാം കൊണ്ടും സാറിന് മാത്രമേ ഇങ്ങനെ ഈ ഒരു കൊച്ചു കഥനെ ഇത്ര നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും സാറേ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. സ്നേഹത മാം, റോയ് സർ. ഈ കഥ ഒന്ന് വായിച്ചു പോകാവുന്ന ഒരു കഥയുള്ളൂ. പക്ഷെ അത് അവതരണത്തിൽ വന്നപ്പോൾ കുറേ കൂടി അതിനെ ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ആ അവതരണം എന്ന് പറയുന്നത് ആ കഥയുടെ പ്രസന്റേഷൻ. അപ്പോൾ ആ സാഹചര്യങ്ങളെ എല്ലാം ഭംഗിയായി പറഞ്ഞു. ഇതിനിടയിൽ തന്നെ പറയുന്നുണ്ട്, ഈ റഷീദ് ആസ്മയ ദമ്പതികൾ നട്ട ഒരു മാവാണ് ഈ കഥയുടെ ആദ്യം തന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കഥ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇളയ സഹോദരൻ സബ് ഇൻസ്പെക്ടറെ കാണാൻ പോയി. ഈ സാഹചര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി വർണ്ണിച്ചത് അതേപടി പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കഥയിലേക്ക് കുറേ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനും ആ ഒരു റിയാലിറ്റി സ്പർശിക്കുവാനുമുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. അത് ബഷീർ എഴുതിയപ്പോഴും അത് വായിച്ചപ്പോൾ ഉള്ളതായ ആ സ്റ്റൈലും എല്ലാം വളരെ ഭംഗിയായി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റഷീദ് അസ്മയ ദമ്പതികൾക്ക് ഒരു മകനുണ്ടായി. മകന് താൻ നട്ട മാവിൻ്റെ മാമ്പഴം കൊടുത്തു. പക്ഷേ അവൻ്റെ പേര് കേട്ടപ്പോഴാണ് ഈ പറയുന്ന യൂസഫ് സിദ്ദിഖ് എന്ന ഫക്കീർ റോഡിൽ കിടന്ന കാര്യവും അവിടുന്ന് അത്രമാത്രം ഇംപ്രസീവായി ഈ റഷീദിന് ഫീൽ ചെയ്യുകയും അതിൻ്റെ ഒരു ഭാഗമാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓമന മകന് യൂസഫ് സിദ്ദിഖിൻ്റെ പേരിടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനെ വളരെ ഇംപ്രസ് ചെയ്ത് എന്താന്ന് വെച്ചാൽ മരണസമയത്ത് പോലും ഒരു വാടിക്കൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു മാവിന് വെള്ളമൊഴിക്കാനുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ അതുമാത്രം സ്നേഹസമ്പന്നനായ
പ്രകൃതി സ്നേഹസമ്പന്നനായ ആ മനുഷ്യനെ വളരെ ഇംപ്രസീവ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകനും ആ പേരിട്ടത്. എനിവേ, ഈ കഥകളുടെ പ്രസൻറ്റേഷനും അതിൻ്റെ അവതരണവും അത് നമ്മളിലേക്ക് പ്രസൻറ്റ് ചെയ്ത പ്രസൻറ്റേഷൻ സ്റ്റൈലും എല്ലാം ഇന്നത്തെ കഥയിലുള്ള കാര്യം ധന്യമാണ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. എന്തായാലും ഇന്നത്തെ കഥാപാകാരനെ ഉലയനൻ സാർ പരിചയപ്പെടുത്തി. അപ്പോൾ അത് കൗതുകത്തോടെ അവിടെ മുതൽ നോക്കിയിരിക്കുമായിരുന്നു. ഏതായാലും നന്നായി. പിന്നെ തൈമാവ് വളർന്ന് അതിൽ നിന്ന് അത് തേന്മാവായി തീർന്നു. അതിന് പിന്നിലുള്ള കഥ നോക്കുമ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ, ഒന്നുമില്ലാത്ത ദരിദ്രനായ, അവശനായ, ഒന്നിനും പ്രാപ്തിയില്ലാത്ത അവസ്ഥയിൽ തനിക്കുള്ളതിൽ നിന്ന്, തനിക്ക് ലഭിച്ചതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ പ്രകൃതിക്ക് കൊടുക്കാൻ ആ കാണിച്ച മനസ്സ് ഈ പ്രകൃതിക്ക് കൊടുക്കുന്ന ഒരു വലിയ വെളിച്ചമാണ്. ഒന്നിനുമേൽ മറ്റൊന്ന് കൂട്ടിവെക്കാൻ ശ്രമിക്കുന്ന സമൂഹത്തിന് മുമ്പിൽ തൻ്റെ ഇല്ലായ്മയിലും കിട്ടിയതിൽ നിന്ന് കൊടുത്തു. അതാണ് ഞാൻ കണ്ട ഒരു വലിയ കാഴ്ച. അത് വലിയ മനസ്സല്ലേ, വലിയ മനസ്സല്ലേ. അത് പ്രകൃതിക്ക് നൽകുന്ന, വരും തലമുറകൾക്കൊക്കെ കൊടുക്കുന്ന വലിയ പാഠം. തീർച്ചയായിട്ടും മാതൃകയാക്കാവുന്ന അനുകരണീയമായ ഒരു പ്രവർത്തനം, ഒരു വലിയ മഹാസൽകൃത്യം. അന്ത്യ അഭിലാഷം നിറവേറ്റിയതുപോലെ അദ്ദേഹം വീണ്ടും അത് ചെയ്തു എന്നെനിക്ക് തോന്നിപ്പോകുന്നു. പിന്നെ അതിലെല്ലാത്തിലുപരി ആ സാരാംശങ്ങളൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൽ വ്യത്യസ്തങ്ങളായി തോന്നിപ്പിക്കാവുന്ന അവതരണ ശൈലി സാറേ, അത് അങ്ങേറ്റം അനുകരണീയവുമാണ്, പ്രശംസനീയവുമാണ്. പറയാതെ വയ്യ. സാബു സാറേ, ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. അനിൽകുമാർ സാർ. സാറേ, നല്ല രസമായ രീതിയിൽ സാബു സാർ ഇവിടെ കവിത അവതരിപ്പിച്ചു. പല മൂല്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കഥയാണ്, കൊച്ചു കഥയാണെങ്കിലും. അതായത് സ്നേഹം, കരുണ, ദയ, ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഈ കഥയിൽ. അധികം ഒന്നും കഥയിൽ പറയാതെ കണ്ട് ഈ മൂല്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സാബു സാർ ഇതിൻ്റെ എല്ലാം ഉൾക്കൊള്ളിച്ച് തന്നെ നല്ല രീതിയിൽ ഇവിടെ പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ അറിവ് വെച്ചപ്പം ഇതൊരു പങ്കുവെക്കലിൻ്റെയും ഒരു കഥയാണ്. അതായത് നമ്മുടെ കെയറിങ് ആൻഡ് ഷെയറിങ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇവിടെ ശരിക്കും ഒരു ഷെയറിങ് ആണ്. അദ്ദേഹത്തിന് കിട്ടിയ വെള്ളത്തിൻ്റെ പാതി ആദ്യമേ തന്നെ ആ പക്ഷിക്ക് കൊടുക്കുന്നത്, ആ മൃഗത്തിന് അല്ല, ആ ചെടിയിലേക്ക് ഒഴിക്കുന്നതായിട്ടാണ്. അദ്ദേഹം വൃക്ഷത്തെയും സ്നേഹിച്ചിരുന്നു, ചെടികളെയും സ്നേഹിച്ചിരുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ മൂല്യങ്ങൾ, ഇവയെല്ലാം നമ്മൾ സ്നേഹിക്കണമെന്നും ഇങ്ങനെയുള്ളവരോടും ദയ കാട്ടണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ വേനൽക്കാലത്ത് പോലും നമ്മുടെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, നമ്മുടെ വീടിന് ചുറ്റും ഈ പക്ഷികളൊക്കെ അടുത്ത് വരുമ്പോൾ കുടിക്കാനായിട്ട് നമ്മൾ വെള്ളം ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പം ആ ഒരു ജീവികളോടുള്ള ഒരു കരുണയാണ്. അപ്പം എന്തായാലും എല്ലാം ഇതിനകത്ത് ഒത്തിരി മൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഒത്തിരി അറിവ് തരുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ മറക്കാത്ത രീതിയിൽ നമ്മുടെ സാബു സാറോട് അവതരിപ്പിക്കുകയുണ്ടായി. അതായത് റഷീദ് എന്ന് പറയുന്ന സാറ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതുപോലെ തന്നെ യൂസഫ് സിദ്ദിഖ്, ഇതെല്ലാം നമ്മുടെ മനസ്സുകളിൽ കിടക്കുകയാണ്. അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്ന വിധത്തിൽ സാബു സാർ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും എല്ലാം അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും സ്നേഹിക്കട്ടെ, നമുക്കുള്ളത് പങ്കുവയ്ക്കാം. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ നമ്മൾ സഹായിക്കണം എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഓക്കെ, അടിപൊളി. താങ്ക് യു സാർ. സ്നേഹലത മാം കേൾക്കുന്നുണ്ടോ? ജോഷി സാർ, വിൻസെന്റ് സാർ, സുധോധനൻ ഡോക്ടർ. സാർ, ഈ കാഥികനെ അവതരിപ്പിക്കുന്ന കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ജോയിൻ ചെയ്യാൻ ഒരിത്തിരി വൈകി പോയി. അപ്പോൾ കാഥികനെ ഞാനത് കേട്ടുകൊള്ളാം. അത് ലിങ്കിൽ കയറി അത് കേട്ടുകൊള്ളാം. പണ്ട് വായിച്ച കഥയായതുകൊണ്ട് ഞാനതിങ്ങനെ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കഥ, വളരെ സിമ്പിൾ എന്നുള്ള ഒരു കഥ. അപ്പോൾ അത് ഈ തേന്മാവിന് വെള്ളം കൊടുക്കുന്നതും
ഒക്കെ അന്ത്യമായിട്ട് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത്. ഗംഗാജലമൊക്കെ ഇവിടെ നമ്മുടെ വീട്ടിൽ പൂജയിൽ കൊണ്ട് വെക്കാറുണ്ട്. ഈ മരിക്കുമ്പോൾ അവസാനം നാവിൽ ഇറ്റിച്ച് തരണേ, ഒരുപാട് ശവങ്ങളൊക്കെ അഴുകിപ്പോയ ഗംഗാജലം കേടുവരാതെ വീട്ടിലൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പൊ അത് നമ്മളൊക്കെ കാണുന്നത് ഈ അന്ത്യ നിമിഷം നമ്മുടെ വീട്, നമ്മുടെ സ്വത്ത്, നമ്മുടെ ഇത് ആർക്കും കൊടുക്കാതെ, നമ്മളെ നോക്കാതെ മക്കളുടെ പേരിലൊക്കെ എഴുതി കൊടുക്കുകയും ഈ ബാങ്കിലേക്ക് അത് ഇപ്പൊ ഞാനൊരു പ്രശ്നം പെട്ടെന്ന് ഇപ്പൊ കേട്ടതാണ്. ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാണ് ഭാര്യ മകനും അറിയുന്നത് അദ്ദേഹത്തിന്റെ ഇതൊന്നും വെച്ചിട്ടില്ല. പെൻഷൻ ബുക്കിൽ ഇത് ആർക്ക് കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം മരിച്ചു, എഞ്ചിനീയർ ആയിരുന്നു. മരിച്ചു കഴിഞ്ഞ് ഭാര്യയും മകനും ദേഷ്യപ്പെടുന്നത് ഈ സ്വത്ത് ആർക്ക് എന്ന് പെൻഷൻ ബുക്കിൽ നോമിനിയുടെ പേരെഴുതിയിട്ടില്ല. അപ്പൊ ഇനി അത് കുറെ പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഞാൻ അതിന് അദ്ദേഹത്തിനെ സഹായിക്കുകയും അവരെ ഭാര്യയെ സഹായിക്കുകയൊക്കെ ചെയ്യാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. ഈ അവസാനത്തെ ജീവജലം ഇങ്ങനെ മാവിൻ തൈക്ക് ഒഴിച്ചു കൊടുത്തൊക്കെ കേട്ടപ്പോൾ ഈ സംഭവമൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഇരച്ച് ഓടിയെത്തിയത്. ഒരു നമ്മൾ ഈ ഒരു വല്ലാത്ത കുറെ കാര്യങ്ങളാണ്, ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. ജോർജ് സാർ പറഞ്ഞ പോലെ ഈ കഥ കേട്ടപ്പോൾ പലർക്കും പലത് മനസ്സിൽ വന്നു എന്ന് പറഞ്ഞല്ലോ, അതുപോലെ അപ്പൊ നമ്മൾ ഈ ഒന്നും എല്ലാം വാങ്ങി കഴിക്കുന്ന മലയാളിക്ക് ഈ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിച്ചെടി വെയിൽ കൊണ്ട് വാടാതെ ഒരു തണലൊരുക്കാനോ ഒന്നും നമുക്കൊന്നും അറിയില്ല. അതൊന്നും ആവശ്യമില്ല. നമ്മുടെ ഈ കാശുണ്ടെല്ലാം വാങ്ങി കഴിക്കുന്ന ആളാണ് നമ്മൾ. ഓരോന്ന് കഴിക്കുമ്പോഴും ഏതോ വയലിൽ ഏതോ മനുഷ്യൻ വെയിലേറ്റ് ഈ ഉണങ്ങിപ്പോവാത്തൊരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ പഴമാണ് നമ്മൾ കഴിക്കുന്നതെന്നോ ഫലമാണ് കഴിക്കുന്നതെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പം വലിയൊരു വിഷാദം, ഞാൻ താമസിക്കുന്നിടത്ത് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ജലവും അതേപോലെ ദാഹജലവും ഒക്കെ മദ്യം ഉണ്ടാക്കിയിട്ട് സർക്കാർ നമുക്കൊക്കെ തരാൻ പോകുന്ന ഞങ്ങളുടെ ഇലപ്പുള്ളി. കാരണം ഈ അവിടുത്തെ ആ പക്ഷിമൃഗാദികൾക്കൊന്നും ഇനി കുടിക്കാൻ വെള്ളം കിട്ടില്ല. അതേപോലെ തന്നെ ഭക്ഷണം കിട്ടാതെ അവിടെയുള്ള ജീവികളൊക്കെ മാറിപ്പോവും. അവിടെ കൃഷി ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന കർഷകരൊക്കെ ആ പ്രദേശം വിട്ട് ഓടിപ്പോവും. മദ്യം ഉണ്ടാക്കിയിട്ട് നമുക്കെല്ലാം ഈ ദാഹജലം എടുത്തിട്ട് മഴവെള്ളം സംഭരിച്ചിട്ട് അത് പക്ഷികൾക്കും ചെടികൾക്കും വൃക്ഷങ്ങളുടെയൊക്കെ മുകളിൽ വീഴേണ്ട ഈ മഴവെള്ളം എല്ലാം സംഭരിച്ചിട്ട് നമുക്ക് നല്ല ഒന്നാന്തരം മദ്യമൊക്കെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ പോലെ മനസ്സ് മാറിപ്പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ പക്ഷികൾ എവിടുന്ന് വെള്ളം കുടിക്കും എന്ന് ഞാനും ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ സ്കൂളുകളുടെയൊക്കെ മുന്നിൽ മരത്തിലൊക്കെ നല്ല സുന്ദരി ടീച്ചർമാരെയൊക്കെ നിരത്തി നിർത്തിയിട്ട് മൺചട്ടിയൊക്കെ കെട്ടിത്തൂക്കി ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിലും ഒക്കെ കൊടുക്കുന്ന മഹാജീവകാരുണ്യം ചെയ്യുന്നത് കണ്ടോളൂ നാട്ടുകാരെ, ദാഹിക്കുന്ന ദാഹജലം പക്ഷികൾക്ക് എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷനൊക്കെ കൊടുക്കുന്നത് ഞാൻ എത്ര അല്പനാണെന്ന് ഈ മരിച്ചു പോകുന്ന യൂസഫ് സിദ്ദീഖിന്റെ ഇത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഞാനിത് എന്തിനാണ് എന്നെ വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കഥ കേട്ടപ്പോൾ എന്നിൽ ഉണർന്ന ചില വികാരങ്ങളൊക്കെയാണ്. ഇതേപോലെ വലിയൊരു ഒരാൾ മരത്തിന് വെള്ളം ഒഴിച്ചതുപോലെ തന്നെ നമ്മുടെ രത്തൻ ടാറ്റ, അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം 165 കോടി രൂപ ചെലവ് കഴിച്ചിട്ട് ടാറ്റ ട്രസ്റ്റ് സ്മോൾ അനിമൽ ഹോസ്പിറ്റൽ മുംബൈയിൽ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഈ തെരുവിലെ നായ്ക്കളെയും മറ്റേതും ഒക്കെ നല്ല ചികിത്സ കിട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ചെയ്യുന്നു. അദ്ദേഹം വലിയ പണക്കാരനായതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന വലിയൊരു ഇത്, പണമില്ലാത്തതുകൊണ്ട് ഒരു കപ്പ് വെള്ളം കുടിക്കാൻ കിട്ടിയത് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് കേട്ടപ്പോഴാണ് ഇന്ന് ഒരു മന്ത്രി അമ്മയോട് ഒരു കുട്ടി 2 വയസ്സുകാരൻ അംഗൻവാടി കുട്ടി ആവശ്യപ്പെട്ടു. അവന് ബിരിയാണിയും പൊരിച്ച കോഴിയും മതി, അവന് ഈ ഉപ്പുമാവും പാലും ഒന്നും ആവശ്യമില്ല, അവന് ദിവസവും കഴിക്കാൻ ബിരിയാണിയും പൊരിച്ച കോഴിയും മതിയെന്ന്. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാകുന്നതും അതിൽ കിടന്ന് വെന്ത കോഴിയുടെ ശരീരവും അതേപോലെ എണ്ണയിൽ മൊരിഞ്ഞ കോഴി ഒക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, 2 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടത് ഇതാണ്. അപ്പൊ മലയാളിക്ക് നഷ്ടപ്പെട്ടു പോയ മലയാളിയുടെ മനസ്സ് മരുഭൂമിയായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെ മരുഭൂമിയായിട്ട് മനസ്സുമായിട്ട് നടക്കുന്ന ആനന്ദിന്റെ പുസ്തകം ഉണ്ടല്ലോ, മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന്. അതുപോലെ മനുഷ്യൻ മരുഭൂമിയിൽ ജീവിക്കുകയും മനസ്സ് മരുഭൂമിയാകുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരു കഥ, ഈ കഥ പാഠപുസ്തകത്തിലൊക്കെ വരികയും എല്ലാവരും ഇത് വായിക്കുകയൊക്കെ ചെയ്ത് ഏതോ വൃത്തൻ, നമ്മൾ ഈ വലിയ ഹിപ്പോക്രസി പോലെ പറയല്ലോ ഈ പ്രകൃതി സ്നേഹം, അതേപോലെ ഞാൻ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളേ പറഞ്ഞു. ഈ പക്ഷിക്ക്
വെള്ളം വെച്ച ചട്ടി കെട്ടി തൂക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നിരിക്കുകയല്ലേ ഇന്ന്, ഉടനെ ഫോട്ടോ എടുത്ത് പത്രക്കാർക്കൊക്കെ അത് കൊടുത്ത് അടുത്ത ദിവസം അത് അച്ചടിച്ച് വരുമ്പോഴത്തേക്ക് ആഹാ ഞാൻ എത്ര വലിയ പ്രകൃതി സ്നേഹി എന്ന് പറയുന്ന പരമവിഡ്ഢിയായ എൻ്റെ കണ്ണ് തുറന്നു കേട്ടോ ഈ കഥ. കാരണം ഞാൻ പണ്ട് വായിച്ച് വിട്ട ഒരു കഥയാണിത്. അത് എന്ന് ഇതുപോലെ അത് ഉള്ളിൽ തട്ടിയിരുന്നൊന്നുമില്ല. ഒരു അത് പറയാൻ ഒരു കഥാകാരൻ്റെ ക്രാഫ്റ്റ്. അതും ഈ പറഞ്ഞ പോലെ വൈക്കം മുഹമ്മദ് ബഷീർ ചുറ്റും നോക്കി എഴുതിയ കഥകൾ പോലെ കണ്ട്. സാബു സാർ ഇന്നത് ഈ പദാനുപദം ഇങ്ങനെ അങ്ങോട്ട് ഈ തേൻതുള്ളി ഇറ്റിക്കുന്നത് പോലെ ഇറ്റിച്ചിറ്റിച്ച് മനസ്സിൽ തന്നപ്പോൾ ഞാൻ ഈ എൻ്റെ ആത്മകഥകളെല്ലാം അങ്ങ് പറഞ്ഞു പോയതാ കേട്ടോ. മറ്റുള്ളവർക്ക് അരോചകമായെങ്കിൽ ക്ഷമിക്കുക. കാരണം എനിക്ക് ഈ കഥ കേട്ടപ്പോൾ എന്നിൽ ഉണർന്ന ആ ഫീലിങ്സും ഞാൻ ഈ കണ്ണാടി എടുത്ത് മുഖത്ത് നോക്കിയതുപോലെ ഞാൻ വിചാരിച്ചു അയ്യടാ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളല്ലോ. അപ്പോൾ ഈ മരിക്കുന്ന അവസാന നിമിഷം വന്ന് ജീവൻ നിലനിർത്താൻ കിട്ടിയ ദാഹജലം പോലും ചെടിക്ക് ഒഴിച്ചു കൊടുത്ത ആ വയോധികനായ യൂസഫ് സിദ്ദിഖിന് ഞാൻ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സാർ. അത് തന്നെയാ സാറേ, ഈ ഏറ്റവും അവസാന നിമിഷത്തും നമുക്ക് എന്താ പറയുക, ഒരു അടയാളം സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. എത്ര മഹത്തരമായ ഒരു പ്രോസസ്സായിട്ട് അത് ആ കഥയിൽ, വെറൊരു കഥയാണെങ്കിൽ പോലും ആ കഥയുടെ സന്ദേശം ഉൾക്കൊള്ളുന്നത് അതിൻ്റെ അകത്താണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിഭയങ്കരമായ മൂല്യമുണ്ടെന്നും ആ മൂല്യം മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യേണ്ടത് അല്ലേ. എവിടെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്നത്. എനിവേ കുഴപ്പമില്ല. സ്നേഹലത മാം, സാർ അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. കേൾക്കാമോ സാർ? കേൾക്കാം, പറയും. അദ്ദേഹം അവസാന നിമിഷത്തിലും കിട്ടിയ വെള്ളം പകുതി ആ തേന്മാവിന് ഒഴിച്ചു കൊടുക്കുന്നു. ആ പ്രവൃത്തി, അപ്പൊ ആ പ്രവൃത്തിയിൽ ഇവര് രണ്ടുപേരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവരാണ് അദ്ദേഹത്തിന്റെ ഫ്യൂണറലൊക്കെ നടത്തിക്കുന്നതും എല്ലാം. അപ്പൊ അങ്ങനെ അതിൽ കൂടെയാണോ ഇവർ രണ്ടുപേരും അടുത്തതും കല്യാണം കഴിച്ചതും എന്ന് എനിക്ക് സംശയം തോന്നി. ആണോ സാർ? അങ്ങനെയാണ് കഥയിൽ പറയുന്നത്. പിന്നെ എനിക്ക് ഇത് വായിച്ചപ്പോ ഓർമ്മ വന്നത് എൻ്റെ അച്ഛനെയാണ്. അച്ഛൻ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് സുഖമില്ലാതെ കിടന്നപ്പോ ഇതെല്ലാം തന്നെ വെള്ളം കോരിയാണ്. ഒരു 100 കുടം വെള്ളം കുളത്തേന്ന് കോരി ഇതെല്ലാം നനയ്ക്കുമായിരുന്നു. അപ്പം അയലത്തുള്ളവരൊക്കെ പറയും എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എന്തോ കാര്യത്തിനാ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പം മരങ്ങളായിട്ട് നിൽപ്പുണ്ട്. അവസാനം സുഖമില്ലാതെ കിടന്നപ്പോഴും മോട്ടർ ശരിയാക്കണം, വെള്ളം ഒഴിക്കണം, അതായിരുന്നു ഏറ്റവും പ്രധാന ആവശ്യം. അന്നേരം എനിക്ക് പോയി ശരിയാക്കി കൊടുക്കാൻ പറ്റിയില്ല മോട്ടർ. പിന്നീടാണ് ശരിയാക്കിയത്. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെയും ഓർത്തു. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ അവസാന നിമിഷത്തിലും ആ മരത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ അച്ഛനും. താങ്ക് യു സാർ. താങ്ക് യു മാം. ജിനേഷ് ജോഷി സാർ, വിൻസെന്റ് സാർ. ജിനേഷ് പറയും. സാറേ നമസ്കാരമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥ കേട്ടോ, വളരെ സിമ്പിൾ. എനിക്ക് തോന്നുന്നു പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് കഥ കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ന് കുറേ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ എത്ര മൂല്യമുള്ള ഒരു കഥയാണ്. കുറച്ചാണെങ്കിലും അതിൻ്റെ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ വലിയതാണ്. ഇപ്പൊ നമ്മള് പിന്നെ സ്കൂളിലൊക്കെ ഈ പിന്നെ പരിസ്ഥിതി ദിനം നമ്മൾ ആചരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്, കുട്ടികളും പിന്നെ കുറേ തൈ കിട്ടും. ഓരോ പിന്നെ പല സ്ഥലത്തൊന്നും തൈ കുറേ എണ്ണം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് വെച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് വെച്ച് തീർക്കുക മാത്രമല്ല, പിന്നെ അത് നമ്മളെ നർച്ചർ ചെയ്യേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ പിന്നെ ഇപ്പോഴത്തെ ഒരു തലമുറക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് നമുക്കിപ്പോൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു സ്റ്റോറിയാണ് സാറ് അവതരിപ്പിച്ചത്. ഇപ്പോ ബഷീറിന്റെ സ്റ്റോറി, ഈ ഒരു കഥ പറഞ്ഞപ്പോ ഭൂമിയുടെ അവകാശികളാണ് എൻ്റെ മനസ്സിലേക്കും പെട്ടെന്ന് പിന്നെ ഓർമ്മ വന്ന കേട്ടോ. ആ ഒരു സ്റ്റോറിയാണ് പറഞ്ഞത്. പിന്നെ സാബു സാറ് ഇപ്പൊ ആ കഥ അവതരിപ്പിച്ചപ്പോ അത് ഇങ്ങനെ പോസ് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടി എന്നുള്ളതാണ്. ഓരോ വേർഡ് ബൈ വേർഡ് പറയുമ്പോഴും നമുക്കതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു സമയം കൂടി അവിടെ കിട്ടി എന്നുള്ളതാണ്. എന്തായാലും നല്ല ഉഷാറായിരുന്നു കഥ. പിന്നെ ഞാന് പിന്നെ ഒരു 2013 സമയത്ത് കുറച്ച് സ്ഥലം മേടിച്ചിരുന്നു. സ്ഥലം മേടിച്ചു, വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. കുറച്ച് സ്ഥലമുള്ളൂ, കൂടുതലൊന്നുമില്ല. അങ്ങനെ അതിന്റെ കടമൊക്കെ വീട് വന്നപ്പോഴത്തേന് കുറച്ച് ആയി. ആ സമയത്തേക്ക് അമ്മ കുറേ തേക്ക് മരങ്ങൾ അതിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു, തൈകള്.
പക്ഷെ 2019 ആയപ്പോഴേക്കും അത് വലിയ മരങ്ങളായി. അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു ഇനിയിപ്പോ വീട് വെക്കാൻ ഞാൻ ഇവിടെ ഇതൊക്കെ വെട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അതൊന്നും തൊട്ട് പോകരുത്, ഇനി ഈ വേറെ വീട് വെക്കാൻ ഈ വേണമെങ്കിൽ വേറെ സ്ഥലം എടുത്തു പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വേറെ സ്ഥലത്ത് വീട് വെച്ചു. പക്ഷെ അന്ന് എനിക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടെങ്കിലും ഇപ്പൊ ആ മരങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നല്ല രീതിയിൽ അവിടെ എപ്പോഴും വളർന്ന് നല്ല അസറ്റായിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട്. എന്തായാലും പിന്നെ എൻ്റെ മനസ്സിനും കുറെ നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തിനൊക്കെ കുറെ ദിനേഷേ പോയോ? ഓക്കെ, ജോഷി സാർ. സാറേ ഞാൻ പറഞ്ഞോട്ടെ, പറയൂ. കാരണം ഞാൻ ഇത് കേട്ടില്ല. സാറിന്റെ കഥ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടത്. ശുദ്ധോദരൻ സാർ വളരുന്നുണ്ടോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ പിന്നെ ഈ ഒരു കഥയിലൂടെ ദിനേഷ് മ്യൂട്ടായി പോയി, ഒന്ന് അൺമ്യൂട്ട് ചെയ്തു. നെറ്റ് പ്രോബ്ലം. സാറേ അതിന്റെ മ്യൂട്ടായി പോയി, അൺമ്യൂട്ട് ചെയ്യും. വിൻസെന്റ് സാർ പറയുന്നു. ശുദ്ധോദരൻ സാറ് കേട്ടപ്പോഴാണ് ഞാൻ ആ കഥയുടെ സാരം മനസ്സിലാക്കിയത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ സാറേ. ഞാൻ ഇന്നലെ വാട്സപ്പിലെ റോക്കൻ ഫെല്ലറെ കുറിച്ച് വായിച്ചു. അദ്ദേഹം 23 വയസ്സാകുമ്പോൾ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി വലിയ ഒരു ധനികനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രായം കൂടുന്തോറും അദ്ദേഹത്തിന്റെ അത് വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനായി. പക്ഷെ 53 വയസ്സിൽ പുള്ളിക്കാരൻ അസുഖം ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരുപക്ഷെ എല്ലാവരും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാൽ എൻ്റെ മനസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കാരണം ഞാൻ പറയണം. 53 ഇയേഴ്സിൽ അദ്ദേഹത്തിനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു നോട്ട് മോർ ദാൻ 1 ഇയർ, അതിൽ കൂടുതൽ ജീവിതം ഇല്ല, ഇനി ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ വിചാരിച്ചു ഞാൻ ഇത്രയും സ്വത്ത് സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യാനാ. അപ്പൊ സെക്രട്ടറിനെയും മക്കളെ എല്ലാവരും വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നല്ലൊരു 3/4 ചാരിറ്റി ഫൗണ്ടേഷൻസിന് വേണ്ടിയിട്ട്, റോക്കൻ ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്, അത് ആ ഫൗണ്ടേഷൻ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ സ്വത്തുക്കളും ചില 3/4 ഒക്കെ നീക്കി വെച്ചു. ആൻഡ് യു വോണ്ട് ബിലീവ് പുള്ളിക്കാരൻ വീണ്ടും 40 ഇയേഴ്സ് ജീവിച്ചു എന്നുള്ളതാണ്. ചില ആ ചാരിറ്റി വർക്ക് ഡോക്ടർ പറഞ്ഞു നോട്ട് മോർ ദാൻ 1 ഇയർ എന്ന് പറഞ്ഞാൽ 53, പുള്ളി മരിച്ചത് പിന്നെ 93-ലാണ്, 93 ഇയേഴ്സ് ആകുമ്പോഴാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ചില നമ്മുടെ സനിൽ സാറ് ഡോക്ടർ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലും അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് നമ്മൾ കാരുണ്യം കാണിക്കുമ്പോഴും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ പുള്ളി ഏർപ്പെട്ടപ്പോൾ പുള്ളിക്കാരന് ആ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞു, കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യം കിട്ടുകയും ചെയ്തു. അതൊന്ന് ഓർത്തുപോയി ഈ സമയത്ത്. അത്രയേ ഉള്ളൂ സാറേ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഇനി ആരുള്ള? ജോഷി സാർ കേൾക്കാമോ? ഫ്രീ ആയോ? ലാനസ് സാർ എന്താ പറയാമെന്നല്ലോ? സാർ അഡ്മിറ്റ് ചെയ്യും. സൗണ്ട് ഇല്ലല്ലോ സാർ, സൗണ്ട് വരുന്നില്ലല്ലോ. കേൾക്കുന്നില്ല, തോറ്റി. ഇവിടെ കുമാരേട്ടൻ പ്രകൃതിനെ സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പെൻഷനായിട്ടും കുറച്ച് പച്ചക്കറിയൊക്കെ വയലിൽ കൊണ്ടുപോയിട്ട് നട്ടിട്ട് ഇപ്പൊ എനിക്ക് ഡെയിലി പിന്നെ കുറച്ച് കയ്പക്ക, വെണ്ടയ്ക്ക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൊണ്ടുതരും. അപ്പം ചുറ്റും വീട്ടിൽ ചെറിയ സ്ഥലമാണ്, ഇങ്ങനെ കുറച്ച് പ്ലാവുകളുണ്ട്. അപ്പൊ എന്റെ മോൻ പറയാണ് ഡാഡി പ്ലാവ് വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ഡാഡി പണ്ട് എന്നെ കൊണ്ടാണ് അവിടെ എല്ലാം കുഴി കുത്തിയിട്ട് പ്ലാവ് വെച്ചത്. അതെല്ലാം ഞാൻ സാറിന്റെ കഥ പറയലിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് സാർ. നമ്മളെ ഓർമ്മകൾ ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോകും ഓരോ കാര്യത്തിനും. താങ്ക് യു സാർ. ജോഷി സാറേ. ഓക്കെ, എല്ലാവരും വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, വളരെ സുന്ദരമായി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്.
ഏഹ് ഈ കഥ ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞാനൊരു വൃക്ഷസ്നേഹിയോ അല്ലെങ്കിൽ പ്രകൃതി സ്നേഹിയോ ഒന്നുമല്ല എന്ന് ബഷീർ പറയുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനെ പറയുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു മഹാകാര്യം ചെയ്തു എന്നുള്ള ഒരു വിചാരത്തിലല്ല ഞാനിത് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു വലിയ മഹാകാര്യം നടന്നു. ജീവനേക്കാൾ പ്രധാനം വൃക്ഷമാണ് എന്ന് കഥയിലൂടെ നമ്മെ വരികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി. എന്നാൽ അതൊരു മഹാകാര്യമായിട്ട് എൻ്റെ പേരിൽ ചാർത്തി എനിക്ക് ഒരു അവാർഡൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതെന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു സ്വാഭാവിക പ്രവർത്തനമായിട്ട് കാണേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു പറച്ചിലാണത്. ഇപ്പൊ നമ്മള് എല്ലാ ദിവസവും എല്ലാ സമയത്തും ശ്വാസോച്ഛ്വാസം നിർവഹിക്കുന്നുണ്ട്. ഇതാരെങ്കിലും ഒരു മഹാകാര്യമായി പറയേണ്ടതുണ്ടോ? അതൊരു സ്വാഭാവിക പ്രവർത്തനമാണ് എന്നതുപോലെ. എന്നാൽ ശ്വാസോച്ഛ്വാസം എത്രയോ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരാൾക്ക് ധർമ്മം കൊടുത്തതോ 1000 രൂപ കൊടുത്തതോ ഒരു ഡ്രസ്സ് കൊടുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്തതോ ഒക്കെ വലിയ മഹാകാര്യം പോലെ പറയും. എന്നാൽ അതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് നമ്മുടെ ശരീരം സ്വാഭാവികമായി ഈ ശ്വാസോച്ഛ്വാസം നിർവഹിക്കുന്നത്. അപ്പോൾ അതുപോലെ കരുതാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഞാനൊരു വൃക്ഷസ്നേഹിയെന്നോ പ്രകൃതി സ്നേഹിയെന്നോ ഒന്നും ഒക്കെയുള്ള ചാർത്തലൊന്നും എൻ്റെ പേരിൽ ചാർത്തേണ്ടതില്ല. ഈ കഥ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അങ്ങനെയാണ് പലരും വിലയിരുത്തിയിരിക്കുന്നത്. ഇവിടെ വിലയിരുത്തിയതല്ല, ഈ കഥയെക്കുറിച്ച് പൊതുവിലുള്ള വിലയിരുത്തൽ അങ്ങനെയാണ് പോകുന്നത്. ഇത് ഒരു വൃക്ഷത്തെ സ്നേഹിക്കണം അല്ലെങ്കിൽ അതിന്റെ ഒരു കഥയായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്ന്. നന്നായിരുന്നു. ഞാനൊരു വളരെ വൃക്ഷത്തെയും ആരാധിക്കുന്നില്ല. ആരാധനയുടെ ഭാഗം, ഞാനൊരു വൃക്ഷത്തെ ആരാധിക്കുന്നില്ല, ഞാൻ പ്രകൃതിയെ ആരാധിക്കുന്നില്ല. അത് തന്നെ. ഞാനൊരു ആ ഒരു ആരാധനാ മൂർത്തിയായി കണ്ടിട്ടൊന്നും അല്ലത്. ഇതെന്റെ സ്വാഭാവികമായ ഒരു പരിപാടി എന്നുള്ളൊരു നിലയിൽ അതിനെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതൊരു വലിയൊരു അർത്ഥം അതിന്റെ പിന്നിലുണ്ട്, നമ്മൾ കുറെ കൂടി ചിന്തിച്ചു കഴിയുമ്പോൾ. ഓക്കെ, കഥ സാബു സാർ വളരെ സുന്ദരമായി അവതരിപ്പിച്ചു. ഈ പ്ലാറ്റ്ഫോമിൽ ഇത് 2ാം തവണയാണ്. ആദ്യ തവണ അവതരിപ്പിച്ചതിനേക്കാൾ സുന്ദരമായിട്ട് സാറ് ഈ കഥ ആളുകളിലേക്ക് സന്വേഷിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഈ അഭിപ്രായങ്ങൾ പറഞ്ഞവരെ പ്രത്യേകം പിന്നെ അങ്ങേറ്റം നല്ല രീതിയിൽ എല്ലാവരും കഥയെ ഇഴകീറി പല കോണുകളിലൂടെ ഒക്കെ അതിനെ കണ്ടു. പലരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്. ഒരു കഥയിലൂടെ ഒത്തിരി കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും. അതാണ് കഥയിലുമുണ്ട് ഒരു കാര്യം. ഓക്കെ, എല്ലാ ഭാവങ്ങളും നന്ദി. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? വൈൻഡപ്പ് ചെയ്യാം. സാബു സാറ് കഥ പറഞ്ഞ കണ്ടപ്പോ എനിക്കൊരു കഥ പറയണമെന്ന് തോന്നാം. അടുത്ത ആഴ്ച റെഡി ആയിരിക്കും. അടുത്ത ആഴ്ച റെഡി ആയിരിക്കും. അടുത്ത ആഴ്ച ചൊവ്വാഴ്ച ഇടാം. അടുത്ത ചൊവ്വാഴ്ചയല്ലേ കഥ പറയുന്നത്. ഓക്കെ ഓക്കെ സാറ്, താങ്ക് യു. അതില് എനിക്ക് തോന്നുന്നു ഇതില് യൂസഫ് സിദ്ദീഖ് ഫക്കീറാണ് അല്ലേ സാറേ? അതെ, അത് ഒരു ഫക്കീറാണ്. ഫക്കീറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടും നാടൊക്കെ ഈ ഭൂമിയും സഹോദരങ്ങൾ, ഈ ചുറ്റുമുള്ള വൃക്ഷങ്ങളും ഈ പക്ഷി മൃഗാദികളൊക്കെ തന്നെ ആവും. ഫക്കീറാണ്. ബഷീർ എപ്പോഴും ഒരു ഫക്കീറായിട്ടാണ് സ്വന്തം പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ആ രൂപവും ഒരു ഗാന്ധിയൻ ഫിലോസഫിയാണ് അദ്ദേഹം മിക്കവാറും ഉൾക്കൊള്ളുന്നത്. ഒരു തോർത്തുമുണ്ട് എടുത്തിട്ടൊക്കെ പബ്ലിക്കായിട്ട് നിൽക്കുക യാതൊരു ലജ്ജയില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഷർട്ടൊന്നും നിർബന്ധ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടും പുറത്തൊക്കെ സുഖമായിട്ട് അദ്ദേഹം ഒരു മുണ്ടെടുത്ത് നടന്ന കഥ ചുറ്റുപാടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു തികഞ്ഞ ഗാന്ധിയനായിരുന്നു.
അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഫക്കീറായ യൂസഫ് സിദ്ദീഖിന് തൻ്റെ ജീവനേക്കാൾ ഉപരി ആ വൃക്ഷത്തയ്യെ സ്നേഹിക്കാൻ കഴിയുന്നത് തൻ്റെ അതേ പൾസാണ് ആ വൃക്ഷത്തിനുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അത് പറയാതെ തന്നെ ഉള്ളൊരു ഫീലിംഗ് ആണത്. തനിക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ ഈ സഞ്ചാരിയായ മനുഷ്യന് എവിടെങ്കിലും നിന്ന് കിട്ടുന്ന ഭിക്ഷ കിട്ടിയിട്ടും ഒക്കെ തന്നെ അദ്ദേഹം ജീവിച്ചതും. സുഗതകുമാരി ടീച്ചറുടെ ഒരു ലേഖനുണ്ട് സാറേ, കാവ് തീണ്ടല്ലേ കുടിവെള്ളം മുട്ടും. അതില് ഇപ്പൊ ഹിന്ദു വിശ്വാസ പ്രകാരമൊക്കെ കാവ് പല പാമ്പുകളുടെ ആവാസ കേന്ദ്രമാണ്. ഋതുമതിയായ കുട്ടികള് കാവ് തീണ്ടാൻ പാടില്ല, വൃക്ഷങ്ങള് നശിക്കും, സർപ്പം കോപിക്കും എന്നൊക്കെ പറയും. അത് കാരണം ഒരു വിശ്വാസ സംഹിതയുടെ പുറത്ത് ഒരു കുറച്ച് ചെറിയൊരു കൊച്ചു കാടുകള് ഓരോ പറമ്പിലും സംരക്ഷിക്കുമ്പോ ഒരു ദൈവിക പരിവേഷം ഉണ്ടെങ്കിലേ അത് സംരക്ഷിക്കുള്ളൂ, അല്ലെങ്കിൽ ചവിട്ടി കുത്തി അടുത്ത തലമുറ നശിപ്പിച്ചു കളയും. ഇപ്പൊ ഒരു ആചാരത്തിന്റെ ബേസിൽ ടീച്ചർ വളരെ രസമായിട്ട് പറയുന്നുണ്ട്, കാവ് തീണ്ടല്ലേ കുടിവെള്ളം മുട്ടെന്ന് പറഞ്ഞത് കാവ് നശിപ്പിച്ചാല് അടുത്ത തലമുറയ്ക്ക് കുടിവെള്ളം കിട്ടാനുണ്ടാവില്ല. കാരണം അവിടെയുള്ള വൃക്ഷത്തൈകളുടെ വേരും ആഴ്ന്നിറങ്ങുന്ന ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകളൊക്കെ ഒരുപാട് ജലം ശേഖരിച്ച് ജലസംഭരണികളായി മാറുന്നുണ്ട്. ഓരോ പറമ്പിലും ആ നീരുറവ കിണർ കുഴിക്കുമ്പോഴും കുളം കുഴിക്കുമ്പോഴും വെള്ളം കിട്ടുന്നുണ്ട്. അപ്പൊ കാവ് നശിപ്പിച്ചാൽ നമ്മുടെ കുടിവെള്ളം മുട്ടുന്നുള്ളത് അതൊക്കെ കൂടി കൂട്ടി വായിക്കാൻ പറ്റിയ കഥയും കൂടിയിട്ടാണത്. അതിന് എൻ്റെ പിതാവ് തികഞ്ഞ ഗാന്ധിയനായിരുന്നു, വല്ലാത്തൊരു സഞ്ചാരിയും പ്രകൃതി സ്നേഹിയായിരുന്നു, നല്ല ഭക്തനുമായിരുന്നു. സ്പിരിച്വാലിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ പറമ്പൊന്നും തീരെ ചവറൊക്കെ ഒക്കെ അടിച്ച് കൂട്ടി തൈക്കള. അപ്പൊ എനിക്ക് എപ്പോഴും പറമ്പടിക്കണ പരിപാടിയാണ്. വാപ്പട കൂടെ കൂടിയിട്ട് നല്ല ഭംഗിക്കാണ് പറമ്പുകളിടുക, കണ്ണാടി പോലെ ഇടും. ഒരു വലിയ പടിയൊക്കെ ഉണ്ട് അടിക്കാൻ. പിന്നെ എല്ലാ ചെടികളും നനച്ച് അതിങ്ങനെ നോക്കി നിൽക്കാൻ വല്ലാത്ത സന്തോഷമാണ്. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ അത് ഉണ്ട്. ഇവിടേക്ക് ചെടികളൊക്കെ നന്നായി സംരക്ഷിക്കുന്ന ആളാണ്. കുട്ടികൾക്ക് ഈ കഥ പറയുമ്പോൾ കുട്ടികൾക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. ക്ലാസ്സിലൊക്കെ ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ ഈ ചെറിയ ചെറിയ തൈകളൊക്കെ ഈ ഇത് എന്താ പറയാ നമ്മുടെ പയറിന്റെ മണികളൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ട് ഗ്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് മുളപ്പിച്ചൊക്കെ കൊണ്ട് കാണിച്ചു തരാറുണ്ട്. സാധാരണ സ്കൂളുകളിൽ, സർക്കാർ സ്കൂളിൽ ഇതിനൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുള്ളൂ. CBSE സിലബസിലെ മക്കൾക്ക് സിലബസ് ഓവറായിട്ടൊന്നും പറ്റില്ല. അപ്പൊ നല്ല കഥയ്ക്ക് സാറിന് വലിയൊരു സല്യൂട്ട്. താങ്ക് യു സാർ. നല്ല അവതരണം. നല്ല അടുത്ത ആഴ്ചത്തെ കഥ റെഡിയാക്കി വെച്ചു. ഓക്കെ, കഥ നോക്കട്ടെ, മനസ്സിൽ ആലോചിക്കണം. സാറിന്റെ കഥ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കഥ വായിച്ചിട്ട് ചുമ്മാ ഒന്ന് വായിച്ചൊന്ന് റെക്കോർഡ് ചെയ്ത ഇട്ടത് രണ്ടാമത് കേട്ടാൽ മതി. അപ്പൊ അറിയാം കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്തണോ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഹലോ. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്, സി യു. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിന്റെ മറ്റൊരു പാർട്ട് കേൾക്കാം. ദിനേഷിന്റെ അവസാനം എന്തോ പറയാനുണ്ടായിരുന്നല്ലോ സാറേ? അതിന്റെ അടുക്ക് കോള് വന്നു, ബ്രേക്ക് ആയല്ലോ. പിന്നെ അഡ്മിറ്റ് ചെയ്തു, നെറ്റ് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സാറേ ഇവിടെ നെറ്റ്വർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആയി പോവാണ്. എന്തായാലും ഈ കഥയും അതിനോടൊപ്പമുള്ള ഈ ചർച്ചയും ഉണ്ടല്ലോ, നമുക്ക് കുറെ ഇൻഫോർമേഷൻ അഡീഷണൽ ആയിട്ട് കുറെ കിട്ടുന്നുണ്ട്. എന്തായാലും താങ്ക് യു സാർ. എല്ലാവർക്കും, ആ ചർച്ചയിൽ പങ്കെടുത്തവർക്കും അതേപോലെ തന്നെ സാറിനും നല്ലൊരു സ്റ്റോറി. ഓക്കെ സാർ. ആരാണെങ്കിലും സ്റ്റോറി പറയാനുള്ളവരൊന്ന് അറിയിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോന്നും ഇങ്ങനെ ചോദിച്ചു നടക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്റ്റോറി റെഡി ആകുമ്പോൾ എനിക്കൊന്ന് ഇട്ടേക്കും. ഒരു സ്റ്റോറി റെഡിയായിരുന്നു, റെഡിയാക്കി. ആയിക്കോട്ടെ സാർ, ഞാൻ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ എന്തായാലും ഒരു ദിവസം ഞാനും അവതരിപ്പിക്കാം. ഷുവർ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ സി യു ആൻഡ് ഗുഡ് നൈറ്റ്.